എന്റെ മച്ചാനെ ലാലേട്ടന്റെ ആ സീനും മച്ചാന്റെ ആ വോയിസും എന്നാടാ പണി വെച്ചിരിക്കുന്നത്. ഈശ്വര, താങ്ക് യു സോ മച്ച് ബ്രോ. ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര സന്തോഷമുണ്ട്. ലൈക്ക് ഇപ്പൊ എന്റെ സൗണ്ട് ലാലേട്ടന്റെ ആ ഒരു ഇൻട്രോയിൽ കാണുമ്പോഴൊക്കെ ഉള്ള ഒരു ഗൂസ് ബംസും പരിപാടികളൊക്കെ ഇപ്പോഴും അതിനും മാറിയിട്ടില്ല. സോ വെരി ഹാപ്പി. ഇന്ന് വിളിച്ചതിനും ഭയങ്കര ഹാപ്പി. ഒത്തിരി സന്തോഷം. കാരണം 27-ാം തീയതി കാത്തിരിക്കുന്നു. യെസ്, മലയാള സിനിമയുടെ മറ്റൊരു ലോകത്തേക്ക് അല്ലേ? സത്യം സത്യം. വേറൊരു വേർട്ടിക്കിൾ തന്നെ ഓപ്പൺ ആക്കാൻ പോവാണ്. അതെ, കത്തിക്കുകയാണ് ഉറപ്പായിട്ടും. 15 വർഷത്തെ കഷ്ടപ്പാട് അല്ലേ? അതെ. ബാൻഡിൽ തുടക്കം കുറിക്കുന്നു, ഒരുപാട് ബാൻഡുകളിൽ പാടുന്നു. അതെ, ശരിക്കും ബാൻഡുകളിൽ പാടുന്ന ആർട്ടിസ്റ്റുകളെ എണ്ണം നോക്കുവാണെങ്കിൽ ഒരുപാട് ആളുകളുണ്ട്. സത്യം. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് മച്ചാന്റെ ഇടപെടലും ആ ഒരു വൈബുമാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് നിന്റെ അടുത്ത് സംസാരിക്കുമ്പോ അല്ലെങ്കിൽ നിന്റെ അടുത്ത് ലൈക്ക് കമ്പനി അടിക്കുമ്പോഴത്തേക്കും ഒരു പോസിറ്റിവിറ്റി കിട്ടുന്നുണ്ട് നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി ഒരു പോയിന്റ് പോലും എനിക്ക് ഗിവ് അപ്പ് ചെയ്യാൻ തോന്നിയിട്ടില്ല. ഇപ്പൊ പറഞ്ഞല്ലോ, ഒരു 13 വർഷമായിട്ടുള്ള എന്റെ കഷ്ടപ്പാട് ഇതിന്റെ പുറകിലുണ്ട്. പക്ഷെ നോട്ട് ഈവൻ അറ്റ് വൺ പോയിന്റ് എനിക്ക് ഇത് വിട്ട് കളയാൻ പോവാ അല്ലെങ്കിൽ ഇത് നടക്കില്ല എന്നുള്ള സംഭവം തോന്നിയിട്ടില്ല. എന്നും സ്ട്രൈവ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. അത് ദീപക് സാറിന്റെ അടുത്ത് എപ്പോഴും പറയുന്ന സാധനമാണ്, നിന്റെ ഡെഡിക്കേഷൻ ഭയങ്കര അടിപൊളിയാന്നുള്ള സംഭവം പുള്ളിയുടെ അടുത്ത് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സോ എന്തോ അതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി അതിന്റെ ഒരു ഫ്രൂട്ട് ഇപ്പൊ കിട്ടി. അത് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ സമയത്ത്. ആനന്ദ് ശ്രീരാജ് എന്ന് പറയുന്ന ഇന്ന് ലോകമറിയുന്ന പാട്ടുകാരനെ എമ്പുരാനിലേക്ക് എത്തിച്ചത് എങ്ങനെയായിരുന്നു? ഡെഫിനറ്റ് ആയിട്ടും ദീപകേട്ടൻ തന്നെയാണ്. ഞാനൊരു കൊറോണയുടെ തൊട്ടു മുന്നേ ദീപകേട്ടന്റെ ബിഗ് ബ്രദർ എന്ന് പറഞ്ഞൊരു മൂവിയുടെ ഓഡിയോ ലോഞ്ചിന് ആളുടെ ബാൻഡ് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആൾക്ക് അന്ന് ബാൻഡിന്റെ പ്രാക്ടീസ് സെഷന് വേണ്ടിയിട്ട് ഒരു സിംഗറിന് ആവശ്യമുണ്ടായി. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് 13AD ബാൻഡിലെ ബേസ് ഗിറ്റാറിസ്റ്റ് പോളിച്ചേട്ടൻ എന്നെ സജസ്റ്റ് ചെയ്യുന്നത്. ഇതുപോലെ ആളെന്നെ നേരത്തെ പെർഫോമൻസ് കണ്ടിട്ടുണ്ട്, അന്നെ നമ്പർ എടുത്തിട്ടുണ്ടായി. സോ ഇതുപോലെ ദീപകേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരാളുണ്ട് ദീപക്കെ, വിളിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പൊ ദീപകേട്ടനും പോളിച്ചേട്ടനും തമ്മിൽ ഭയങ്കര അഭിയാണ്, ഭയങ്കര കണക്ഷനാണ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ അന്ന് MBA പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്, ക്യുസാരിലാണ് പഠിക്കുന്ന ആ സമയത്ത്. അപ്പൊ ക്ലാസിന്റെ ഇടയിൽ എനിക്കൊരു കോൾ വരാണ്, പോളിച്ചേട്ടന്റെ അത്യാവശ്യമായിട്ട് ദേവ്സ് വണ്ടർലാൻഡിലേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് വരാം, അതിനെന്താണ്, അങ്ങനെയാണ് ഇപ്പൊ തന്നെ വേണ്ടെന്ന് പറഞ്ഞു. ക്ലാസിന്റെ ഇടയിൽ ഞാൻ നൈസായിട്ട് സ്കൂട്ടാക്കി, സ്കൂട്ടറാക്കി അവിടെ നിന്ന് ഇറങ്ങി നേരെ ദീപകന്റെ അടുത്ത് ചെല്ലുന്നു. ദീപകന്റെ അടുത്ത് കടവുള പോലെയും എംപുരാനെ എന്ന് പറഞ്ഞ 2 സോങ്സ് തന്നിട്ട് പഠിച്ചിട്ട് വരാൻ പറഞ്ഞ് 2 വീക്സിനുള്ളിൽ ഞാനത് പഠിച്ച് അടുത്ത പ്രാക്ടീസ് സെഷനിൽ ചെന്ന് ഞാനത് പെർഫോം ചെയ്ത്. അന്ന് ദീപകനെ ഒന്ന് തിരിഞ്ഞു നോക്കി. അന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ദീപകേട്ടൻ പറഞ്ഞ്, ഇന്ന ദിവസം ഡേറ്റ് ആണ്, നീ ബ്ലോക്ക് ചെയ്തോ, നീയാണ് ബാൻഡിന്റെ കൂടെ പെർഫോം ചെയ്യുന്നത് എന്നുള്ളൊരു സംഭവം പറഞ്ഞ്. അവിടെ നിന്നാണ് ദീപകേട്ടൻ്റെ അടുത്തോട്ട് എത്തുന്നത്. ദീപകേട്ടന് എനിക്ക് ഭയങ്കര ഒരു കണക്ഷൻ എപ്പോഴും തോന്നാറുണ്ട്. ആൾ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. ഒരു മെന്റർ ആയിട്ടാണോ, ഒരു ബ്രദർ ആയിട്ടാണോ, അങ്ങനെ എല്ലാ രീതിയിലും ഞാൻ തന്നെ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്, ദീപകേട്ടൻ എന്തിനാണ് എനിക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ള. കാരണം ഞാൻ ആളുടെ ബ്ലഡ് റിലേറ്റീവോ അങ്ങനെ ഒന്നുമല്ല. പക്ഷെ ഇറ്റ്സ് ലൈക്ക് നിന്റെ ഉള്ളിൽ ഒരു സാധനം ഉണ്ട്, ആ സാധനം ഞാൻ ഒരു ദിവസം ലോകത്തിന് കാണിച്ചു കൊടുക്കും, അതിന് നീ റെഡി ആയിട്ട് നിന്നോളൂ എന്ന് ഒരുപാട് വർഷം മുന്നേ പറയണ്ടായി. പക്ഷെ ഇങ്ങനത്തെ ഒരു സാധനമാണ് ദീപകേട്ടൻ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ശ്രീരാജ് ആണെങ്കിൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, വാഗ്ദാനങ്ങൾ ഒരുപാട് ആൾക്കാർ തന്നിട്ടുണ്ട്, ഉറപ്പായിട്ടും. പക്ഷെ അത് പാലിച്ചൊരു വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദീപക് സാർ തന്നെയാണ്. ഇന്ന് ദീപകേട്ടൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്താണ് ദീപകേട്ടനോട് പറയാനുള്ളത്? ദീപകേട്ടൻ്റെ അടുത്ത് ഞാൻ പറയാനുള്ളത് ഇൻസ്റ്റാഗ്രാം ഇട്ടിട്ടുണ്ടായിരുന്നു. ദീപകേട്ട റിയൽ ലൈഫില് ദീപകേട്ടനാണ് എന്റെ എമ്പുരാൻ. അതിൽ ഒരു മാറ്റവും ഇല്ല. കാരണം ദീപകേട്ടൻ അറിയാം എന്തൊക്കെയാണ് ഇതിന്റെ പ്രോസസ്സിൽ ഉണ്ടായെന്നുള്ളത്. സോ താങ്ക് യു ഫോർ ഹാവിങ് യുവർ ഫെയ്ത്ത് ഇൻ മീ. എന്നും കടപ്പെട്ടിരിക്കും കാര്യത്തില്. എത്ര ചിരിച്ച ആൾക്കാരെ പോസിറ്റീവ് ആക്കിയാലും ഈ 13 വർഷത്തിൽ നഷ്ടങ്ങളും ഉണ്ട്, ഒരുപാടുണ്ട്. അത് പറയാൻ പോയി 10 എപ്പിസോഡ് ആയിരിക്കും അല്ലേ? അതെ. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ആ സീൻ്റെ അകത്തും മഴ, ഇന്ന് ഇന്റർവ്യൂ എടുക്കുമ്പോഴും മഴ. സത്യം, ശരിക്കും എമ്പുരാനിൽ ആ ഒരു സോങ് പാടാനായിട്ട് ഏൽപ്പിക്കുന്ന സമയത്ത് ഞാൻ കേട്ടൊരു കഥയുണ്ട്, വിഷമങ്ങളുണ്ട്, അതിൽ ആ ഹൈ പിച്ചിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്തൊക്കെയായിരുന്നു ആ ഒരു ഹൈ പിച്ചിൽ പാടുമ്പോൾ ഉള്ള? ഉറപ്പായിട്ടും ദീപകന്റെ അടുത്ത് പറഞ്ഞ് 2 കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞത്. ഒന്ന്, ആനന്ദേ, ഇപ്പൊ എനിക്ക് വേണ്ട സാധനം എന്താണെന്ന് നിനക്കറിയാം, നിന്റെ ഉള്ളിലുള്ള അത് തന്നെയാണ് എനിക്ക് വേണ്ടത്. എനിക്ക് ആ റേജ് വേണം, എനിക്ക് ആങ്കർ വേണം, അതിൽ സങ്കടം ഉണ്ടാവണം, പിന്നെ ഡെഫിനറ്റ്ലി നിന്റെ പവറും ആ ഒരു സാധനവും നിന്റെ ത്രോട്ടിൽ നിന്ന് പറഞ്ഞ പരിപാടി അതെനിക്ക് വേണം. പിന്നെ ഒരു കാര്യം ആലോചിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇത് നീ കുറെ നാളായിട്ട് ആഗ്രഹിച്ചിട്ട് നിനക്ക് വന്നേക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. മേക്ക് ഇറ്റ് കൗണ്ട്. ഇതാണ് ഫസ്റ്റ് ഇംപ്രഷൻ. ഇത് രാജു സാർ കേൾക്കുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി അത് ആൾക്ക് ഇഷ്ടപ്പെടണം. സോ അത് ആലോചിക്കുക. ചെന്ന് വിളിച്ചോളൂ എന്നാണ് പറഞ്ഞത്, പാടിക്കോന്നില്ല, ചെന്ന് വിളിച്ചോളൂ എന്നുള്ള സംഭവം പറഞ്ഞത്. ഞാൻ അവിടെ ചെന്ന് ഈ സാധനത്തിന്റെ ഫസ്റ്റ് ടേക്കിൽ ആ എംപുരാനെ എന്നുള്ള കോളില്
എന്റെ തലയിൽ കൂടി 13 വർഷം ഓടി വന്നു. ആ 13 വർഷത്തിൽ ഞാൻ ചെറുതായിരുന്നപ്പോഴത്തേക്കും എന്റെ അച്ഛനും എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളും അതിനുശേഷം ഞാൻ ജോലിക്ക് പോയ സമയവും ജോലി റിസൈൻ ചെയ്യുമ്പോഴത്തേക്കും എടുത്തൊരു ഡിസിഷനും അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും എല്ലാം കൂടി ഓടി വന്ന് ആൻഡ് ഐ വാസ് ലൈക്ക് ഇന്ന് എനിക്കിത് കിട്ടിയ ഓപ്പർച്യൂണിറ്റി ഐ എം നോട്ട് ഗോണ ലൂസ് ഇറ്റ്, ഐ എം ഗോണ ഗീവ് ഇറ്റ് മൈ ബെസ്റ്റ്. എന്നിട്ടാണ് ഞാൻ ആ ടേക്ക് എടുത്തത്. ആൻഡ് അത് ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു അങ്ങനത്തെ ഒരു സംഭവം എടുക്കുക എന്നുള്ളത്. ഒറ്റ കാര്യം പറയുള്ളൂ കേട്ടോ, നിന്നെ പടച്ചു വിട്ട കടവുളക്ക് 10-10. താങ്ക് യു.